അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവമാണ്. ജില്ല വിഭജിച്ചതിന് ശേഷം ആദ്യ സാഹിത്യോത്സവത്തിൽ വളരെ നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. വലിയ രീതിയിലുള്ള മത്സരങ്ങളൊക്കെ കണ്ട് വളരെയധികം സന്തോഷവാനാണ്. അതിലുപരിയായിട്ട് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപാഠിയുമായി ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച റൌഫ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ആയി തോന്നിയ കാര്യം ഇവിടുത്തെ ട്രോഫിയാണ്. കുട്ടികൾക്ക് 1, 2, 3 സ്ഥാനം കിട്ടുന്ന സമയത്ത് കൊടുക്കുന്ന ട്രോഫി വളരെയധികം ആകർഷണീയവും ഒരു പുതുമ നിറഞ്ഞതും ആയപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു ഇതിൻ്റെ പിന്നിൽ ആരാണ്. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് എൻ്റെ സുഹൃത്തായ റൌഫാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അപ്പോൾ നിങ്ങൾക്കൊന്ന് എൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്താനും എന്താണ് ഈ ഒരു ആശയത്തിലേക്ക് ഇവർ എത്തിയതും ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. എങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് നിങ്ങൾ എത്തിയത്, ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കാരണം? നമ്മൾ ക്യൂബിക് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. നമ്മൾ കോഴിക്കോട് താമരശ്ശേരി കോരങ്ങാടാണ് നമ്മൾ ഓഫീസ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ്. വുഡിൻ്റെ എല്ലാ സൊല്യൂഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാട്ടിലൊരു പുതിയ പരിപാടി ഡെവലപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് മെമൻറ്റോകൾ നമ്മൾ ഈയിടെയായിട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. ഒരു 1 year ആയിട്ടാണ് മെമൻറ്റോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജില്ലാ സാഹിത്യോത്സവത്തിൽ നമ്മൾ കുറച്ച് പ്രപ്പോസൽസ് കൊടുത്തിരുന്നു. പക്ഷെ അതിൽ ഫണ്ടിൻ്റെ വലിയൊരു പരിപാടി ആകുന്നേരം ഫണ്ടിൻ്റെ ഒരു ചെറിയ പരിമിതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം അവരിങ്ങോട്ട് സമീപിച്ച സമയത്ത് നമ്മളേതായ ഒരു ഡിസൈനിൽ ചെയ്ത് കൊടുത്താണ്. സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ക്വാളിറ്റി അത്രത്തോളം ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് സാധാരണ കിട്ടാറ്. ഒരുപാട് ട്രോഫികൾ ഒരുപാട് സാഹിത്യോത്സവത്തിലെ പ്രതിഭയാണ്, കലാപ്രതിഭ. ഇന്ത്യക്ക് ഒരുപാട് ട്രോഫികൾ ഇപ്പം നോക്കുമ്പോൾ എന്തായി പോയി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ തുരുമ്പിടിച്ചു പോവുക. ട്രോഫികളാകുമ്പോൾ കുറച്ച് ലൈഫ് കിട്ടുന്ന ഒരു മെമൻറ്റോ പ്രതിഭകൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആണ്, ഹാൻഡ് മെയ്ഡാണ്, 100% ഹാൻഡ് മെയ്ഡാണ്. നമ്മൾ ലേസർ എൻഗ്രേവിംഗ് ആണ് നമ്മളിതിൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. എഴുത്ത് കുറേ കാലം എന്താ പറയുക ലാസ്റ്റ് ചെയ്യാൻ കാരണം അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ചിന്തകളായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വലിയ സന്തോഷം. പിന്നെ പ്രത്യേകിച്ച് സംഘടനയുടെ നമുക്കറിയാം സാമ്പത്തിക അവസ്ഥ ഒരുപാട് ചിലവ് അല്ലെ തന്നെ സാഹിത്യോത്സവത്തിന് പൊതുവേ ഉണ്ട്. അപ്പോൾ ഇവരുമായിട്ട് കുറേ ആയിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയെന്ന് ഞാൻ മൊത്തത്തിൽ പുറത്തുനിന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം. എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചാണെങ്കിലും സാഹിത്യോത്സവം പോലത്തെ പരിപാടികൾ വരുന്ന സമയത്താണ് തമ്മിൽ കാണാറ്. അതായത് സ്റ്റാറ്റസ് അതേപോലെ യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ വലിയ അത്ഭുതം എന്ന് വെച്ചാൽ വലിയൊരു മാതിയാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. വളരെയധികം സന്തോഷം. എനിക്ക് വലിയ അത്ഭുതമായി വെച്ചാൽ ഞാൻ എന്നോട് ആരൊന്നും പറഞ്ഞു ഇത് ഉണ്ടാക്കിയ ആൾ അവിടെ ഉണ്ട്, ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല എന്നത്. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങളോട് അവിടെ നിന്ന് വളരെ അത്ഭുതമായിട്ട് പറഞ്ഞല്ലോ മാഷാ അല്ലാഹ് റൂഫ് ഇങ്ങനെയെന്ന് ചോദിച്ചു. നമ്മുടെ അന്നേ നമ്മൾ ഈ പാട്ടും ഇത്തരത്തിലുള്ള കലാ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ MJ സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ് തമ്മിൽ മത്സരങ്ങളും. എന്തായാലും ഇത്തരത്തിലുള്ളൊരു പുതിയ സംരംഭമായിട്ട് വന്നതിൽ വലിയൊരു സന്തോഷം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. വലിയ ആശംസകൾ നേരാണ്. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ഇതിൽ സാഹിത്യോത്സവിൻ്റെ മെമൻറ്റോസ് മാത്രമാണെങ്കിലും ഇവർ ഒരുപാട് ഇത്തരത്തിലുള്ള വുഡൻ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റൌഫിനെ ബന്ധപ്പെടാം. റൌഫിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ.